ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാധേശ്യാം രാധേശ്യാം. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ ഹരേ. ഭഗവാന്റെ എല്ലാ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇന്നത്തെ പൊന്നുണ്ണിക്കണ്ണന്റെ ഉച്ചപൂജ അലങ്കാരമാണ് നമ്മൾ കാണുന്നത്. അപ്പോ ഈ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ നിൽക്കുന്ന ഈ മനോഹരമായ ഭാവമാണ് ഇന്ന് ശ്രീലകത്ത് ഗുരു ഭവനപുരിയിൽ പൊന്നുണ്ണിക്കണ്ണൻ എന്നിങ്ങനെയാണ് നിൽക്കുന്നത്. കാണണ്ടേ നമുക്ക് പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട്, പൊന്നു ഗുരുവായൂരപ്പനെ കാണാനായിട്ട് ഇന്ന് ഗുരുഭവനപുരിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എന്നോടൊപ്പം ശ്രീലകത്തേക്ക് എൻ്റെ ശബ്ദത്തോടൊപ്പം എത്താനായിട്ട് കേൾക്കാൻ കൊതിക്കുന്ന എല്ലാവർക്കും, പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ കൊതിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അടുത്തേക്ക് സ്വാഗതം. നമ്മൾക്ക് പോവാം കണ്ണനെ കാണാനായിട്ട്, ഭഗവാനെ കാണാനായിട്ട്. നമ്മളെങ്ങനെ പോവാണ് ഒരു ഭവനപുരിയിൽ ആ ചുറ്റമ്പലത്തിൽ നമ്മൾ കൊടിമരത്തിൻ്റെ കീഴിൽ കൂടെ ഭഗവാനെ കാണാനായിട്ട് നമ്മൾ ഇങ്ങനെ എത്തുവാണല്ലേ. പൊന്നുണ്ണിക്കണ്ണനെ കാണുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന മനസ്സിലെ ഇപ്പം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറേ പ്രശ്നങ്ങളാണ് മഴക്കെടുതി. ദുഃഖമാണ് എല്ലാവരുടെയും മനസ്സിൽ എന്ന് എനിക്കറിയാം. പറയുന്ന എനിക്കും സങ്കടമാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് നാരായണനാമം മാത്രം ജപിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരുടെ ദുഃഖത്തിലും വേദനയിലും ഞാനും പങ്കുചേരുന്നു. സാക്ഷാൽ പൊന്നുണ്ണിക്കണ്ണൻ എല്ലാവർക്കും തണലായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മുടെ ഭാഗ്യം. ഭഗവാനെ വിളിക്കുന്ന ഏതൊരാൾക്കും, അതായത് നാരായണനാമം ചൊല്ലുന്ന ഏതൊരാൾക്കും ഭഗവാൻ തുണയായി ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസമായിട്ട് ഭഗവത് നാമത്തോടു കൂടി, നാരായണനാമത്തോടു കൂടി തന്നെ ഇവിടെ ഇരിക്കാനും എനിക്ക് സാധിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഭഗവാനെ വിളിക്കുന്നത് കൊണ്ട് ആ നാരായണനാമത്തിൽ അമർന്ന് നമ്മുടെ നാവിൻ തുമ്പിൽ നിന്ന് ഒഴുകുന്ന ആ നാരായണനാമത്തിലൂടെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്, സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾക്കിവിടെ നിൽക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്. അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും ഭഗവാന്റെ നാമം പറയാൻ സാധിക്കുന്നുണ്ട്. ഭഗവാനിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ, അതായത് പ്രപഞ്ച സൃഷ്ടാവാണ് ഭഗവാൻ, എല്ലാം ഭഗവാന്റേതാണ്. ഈ പെയ്യുന്ന മഴയും കാറ്റും എല്ലാം, ഈ പുഴകളും നദികളും ഈ പ്രപഞ്ചമൊക്കെ ഭഗവാന്റേതാണ്. ഓരോ ദിവസത്തെ ഉച്ചപൂജ അലങ്കാരത്തിൽ ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ എന്താണ് ഭഗവാൻ എന്താണ് നമുക്ക് തരുന്നത്, ഇന്നത്തെ ആ ഒരു സിമ്പിൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പൊന്നുണ്ണിക്കണ്ണൻ്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് നമ്മൾക്ക് പോവാം. ഭഗവാനെ കാണാനായിട്ട് ശ്രീലകത്തേക്ക് നമുക്ക് എത്താം. പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്. നമ്മൾ ശ്രീലകത്ത് നിന്ന് ഇങ്ങനെ നോക്കുകയാണല്ലേ. 1000 നെയ്ത്തിരി വട്ടത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണൻ അതാ വലത്തേ കൈയിൽ സ്വർണ്ണത്താമര പിടിച്ചിരിക്കുന്നു, ഇടത്തേ കൈയിൽ തൻ്റെ മനോഹരമായ പൊന്നോടക്കുഴൽ പിടിച്ചുകൊണ്ട് പൊന്നുണ്ണിക്കണ്ണൻ നമുക്ക് നേരെ നീട്ടുന്നതായിട്ടുള്ള ഒരു ഭാവമാണ് ഇന്ന് ശ്രീലകത്ത്. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഈ ഭാവം കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ആശ്വാസമാണ് നമുക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭഗവാൻ ആ പ്രളയത്തിൻ്റെ ആ ഒരു ഭാവത്തിലും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു, പറയാൻ സാധിച്ചിരുന്നു. ഗുരുവായൂർ അമ്പലം, വൈകുണ്ഠപുരം വെള്ളത്തിലായി എന്ന ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മൊത്തം വെള്ളം നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് ആർക്കും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട്. നമ്മുടെ നാടിനെ ഈ ഒരു മഴക്കെടുതി വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. എല്ലാറ്റിൽ നിന്നും നമുക്ക് പരിഹാരമായിട്ട് ഭഗവാൻ തന്നെ ഇറങ്ങി വരും എന്നതാണ് ഇന്നത്തെ താമരപ്പൂവുമായി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ശ്രീലകത്ത് പൊന്നുണ്ണിക്കണ്ണൻ സമാധാനത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ ആ ഒരു താമരപ്പൂവും പിടിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് നടന്നു വരുന്ന ഒരു വിഷനാണ് നമുക്ക് ഈ ഒരു വിഷനിൽ കൂടെ കാണാൻ സാധിക്കുന്നത്.
പിറകിലായി ശാന്തമായി ഒഴുകുന്ന പുഴയുണ്ട്, പൂക്കളുണ്ട്, പ്രകാശമുണ്ട്, ചെറുതായിട്ടെങ്കിലും സൂര്യൻ്റെ ചൂടുണ്ട്. നമുക്ക് സമാധാനം തരാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആശ്വാസമേകാനായിട്ട് ഇനിയെങ്കിലും ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നതായിട്ട്, ആ ദിവ്യമായ പ്രകാശം, ആ നീല വെളിച്ചം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നതായിട്ട് സങ്കല്പിക്കുക. ആ പൊൻതിരിവട്ടം നമ്മളെ ആശ്വസിപ്പിക്കുന്നതായിട്ട്, സമാധാനിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ ശ്രമിക്കാം. പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെയാണ് നമ്മളോട് ആ സ്വർണ്ണത്താമര കൈപ്പിടിച്ചുകൊണ്ട് പൊന്നുണ്ണി നമ്മളെ സമാധാനിപ്പിക്കുന്നു. ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിലേക്ക് ഭഗവാൻ അടുത്തടുത്ത് വരുന്നതായിട്ട്, ആ പൊൻതിരി, ആ പൊന്നാളം നമ്മളെ വന്ന് ചേർത്ത് പിടിക്കുന്നതായിട്ട് നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കും. അല്പം ഒരു ആശ്വാസമായിട്ടെങ്കിലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടർന്നും ഭഗവാൻ എപ്പോഴും നമ്മൾക്ക് ആശ്വാസമാവുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണൻ്റെ ഇന്നത്തെ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ സാധിച്ച് നമ്മൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്. ഇങ്ങനെ ആ ഒരു പൊൻതാമരയായിട്ട് നമ്മുടെ അടുത്തേക്ക് നടന്നു വരുന്ന പൊന്നുണ്ണിക്കണ്ണനെ മനസ്സിൽ സങ്കല്പിക്കാം. പൊന്നുണ്ണി ഇന്ന് എന്തൊക്കെയാണ് ആ മഞ്ഞപ്പട്ട് ഉടുത്തിട്ടുണ്ട്. ആ പൊന്നിൻ അരഞ്ഞാണവും കിങ്ങിണിയും കാതിലെ കടുക്കനും ഒക്കെയായിട്ട് കുറേ ഉണ്ടമാലയും വനമാലയൊക്കെ ചാർത്തിക്കൊണ്ട്, തുളസിമാലയൊക്കെ ചേർത്ത്, അങ്ങനെയുള്ള തെച്ചിയും തുളസിയും ഒക്കെ ചേർത്തിട്ടുള്ള മാലയൊക്കെ അണിഞ്ഞുകൊണ്ട് ഭഗവാൻ അതാ ഓരോ കാൽവയ്പ് നമ്മളിലേക്ക് എടുത്തു വയ്ക്കുന്നതായിട്ട്, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതായിട്ട്. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഗന്ധമുണ്ട്, ഭഗവാന്റെ നറുനെയ്യിൻ്റെ, നറുവെണ്ണയുടെ ഗന്ധമുണ്ട്. അതുപോലെ തന്നെ ഭഗവാന്റെ ശ്രീലകത്ത് നിന്ന് ഒഴുകി വരുന്ന ആ അഷ്ടഗന്ധത്തിൻ്റെ മണമുണ്ട്. തുളസിയുടെയും തെച്ചിയുടെയും താമരയുടെയും ഒക്കെ നറുമണം നമ്മളെ ചുറ്റുന്നുണ്ട്, നമ്മളെ തലോടിക്കൊണ്ട് കടന്നു പോകുന്നുണ്ട്. പൊന്നുണ്ണിക്കണ്ണനെ തൊട്ട് തഴുകിയ ആ കാറ്റ് നമ്മളെയും തഴുകുന്നുണ്ട്. എല്ലാറ്റിനും ഒരാശ്വാസമായിട്ട് നമ്മൾക്ക് എപ്പോഴും സമാധാനം തരാനായിട്ട് ഭഗവാന്റെ ദിവ്യരൂപം, ആ നീല വെളിച്ചം നമ്മളിലേക്ക് ചേരുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴും ഭഗവാന്റെ നാരായണ നാമത്തിലൂടെ നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട്, നാവിൻ തുമ്പിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന നാരായണനാമം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക, ഭഗവാനെ ചേർത്ത് പിടിക്കുക. കണ്ണനെപ്പോഴും കൂടെയുണ്ടാവും. ആ നാരായണ നാമത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് ഭഗവാൻ ഒരു തുണയാവും, കാവലാളാവും. ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നമ്മുടെ കൂടെ കണ്ണനുണ്ടാവും. ആ കാര്യം സത്യമാണ്, ഉറപ്പാണ്. ഹരേ നാരായണ, ഹരേ നാരായണ. ഇന്നത്തെ ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരത്തിലൂടെ ഇത്രയും പറയാൻ സാധിച്ചു. അത്രയ്ക്ക് സങ്കടവും വേദനയും ഒക്കെ അനുഭവിച്ച ദിവസങ്ങൾ കടന്നുപോയി. കാരണം ഇതൊക്കെ തന്നെയാണ് പ്രകൃതി ക്ഷോഭമായിട്ടുള്ള കാര്യങ്ങൾ. ഒരുപാട് പേരുടെ ജീവന് വേണ്ടിയുള്ള തെരച്ചിൽ, എല്ലാ ബുദ്ധിമുട്ടുകൾ ഒക്കെ എല്ലാം നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എല്ലാറ്റിൻ്റെ ഒരു പരിഹാരമായിട്ട് ഭഗവാൻ തന്നെ നമുക്ക് കൂടെ ഉണ്ടാവട്ടെ. നഷ്ടപ്പെടലുകൾ ഉണ്ടാവാതിരിക്കട്ടെ. എപ്പോഴും കണ്ണൻ്റെ കൈ പിടിച്ച് നടക്കാൻ നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ. ഏവരുടെയും ദുഃഖത്തിൽ കണ്ണനുണ്ട്, ഭഗവാനുണ്ട് കൂടെ എന്ന് വിശ്വസിക്കുക. ഹരേ നാരായണ, ഹരേ നാരായണ. ഇങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ ഇന്ന് കണ്ടുകൊണ്ട് ആ പൊന്നു തൃപ്പാദങ്ങളിൽ നമ്മുടെ സങ്കടങ്ങളും വേദനകളൊക്കെ സമർപ്പിച്ചുകൊണ്ട്, ആ പൊന്നുപാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട്, ഒന്ന് തൊട്ടു താണു വണങ്ങിക്കൊണ്ട്, തൊഴുതുകൊണ്ട് ഇന്ന് ശ്രീലകത്ത് നിന്ന് നമുക്കൊന്ന് തിരിയാം. ഭഗവാനെ കണ്ട സന്തോഷത്തിലും എല്ലാവർക്കും വേണ്ടി, ലോകജനതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും സമാധാനവും ആശ്വാസവും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെയും ഭഗവാൻ രക്ഷിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാനെ തൊട്ട് വണങ്ങിക്കൊണ്ട് എൻ്റെ വാക്കുകൾ
എല്ലാം ഭഗവാന്റെ പൊന്നു തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ ഗണപതി ഭഗവാനെ കണ്ടു തൊഴുതുകൊണ്ട് നമ്മൾ യശോദാമയെ കണ്ടുകൊണ്ട് അനന്തശായിയായുള്ള സാക്ഷാൽ ഭഗവാനെ തൊട്ടു വണങ്ങിക്കൊണ്ട് തൊഴുതുകൊണ്ട് മണിക്കിണർ കണ്ണുകൊണ്ട് താമരക്കണ്ണനെ കണ്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശ്വാസമേകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടക്കിയ വാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങാം. ചുറ്റമ്പലത്തിലൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ണൻ എപ്പോഴും മനസ്സിലുണ്ട്, കൈപിടിച്ചിട്ടുണ്ട്, നമ്മൾക്ക് ആശ്വാസമായി കൂടെയുണ്ട് എന്ന് മാത്രം സങ്കല്പിച്ചുകൊണ്ട് ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നടക്കാം. എപ്പോഴും കാവലുണ്ടാവട്ടെ എല്ലാവർക്കും, എല്ലാ ജനതയ്ക്കും, എല്ലാ മനുഷ്യർക്കും കൂടെയുണ്ടാവട്ടെ. എല്ലാവർക്കും നാരായണ നാമം ചൊല്ലാൻ സാധ്യമാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, രാധേശ്യാം രാധേശ്യാം, ഹരേ നാരായണ ഹരേ നാരായണ, ഹരി ഓം ഹരി ഓം, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരി ഓം ഹരി ഓം.